മിശിഹായിൽ സ്നേഹമുള്ള സഹോദരരെ, ഇന്ന് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് എലിസബത്ത് കർത്താവിനോടുള്ള തന്നെ നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു വചനഭാഗമുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം വാക്യമാണ്. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. ഇവിടെ എലിസബത്തിന്റെ അപമാനം എന്ന് പറയുന്നത് എന്താണ്? സക്രിയായ്ക്കും എലിസബത്തിനും മക്കളില്ലായിരുന്നു എന്നതാണ്. ഈ എലിസബത്തിന്റെ അപമാനം എങ്ങനെയാണ് നീക്കപ്പെടുന്നത്? സന്തതി പരമ്പര ഇല്ലാത്തത് ഒരു ശാപമായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ തങ്ങൾക്ക് താലോലിക്കാൻ ഒരു കുഞ്ഞില്ലായിരുന്നിട്ടും അവർ ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നുവെന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ തങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായതൊന്നും കിട്ടാതിരുന്നിട്ടും അവർ ദൈവത്തെ കൈവിടുന്നില്ല. ഫലമോ കാലത്തിൻ്റെ തികവിൽ ദൈവപുത്രന് വഴിയൊരുക്കുവാനുള്ളവൻ ആ കുടുംബത്തിൽ ജനിച്ചു. അബ്രഹത്തിന്റെ ജീവിതത്തിലും നമ്മൾ ഇത് തന്നെ കാണുന്നുണ്ട്. ദൈവം അബ്രഹത്തെ വിളിക്കുമ്പോൾ അബ്രഹത്തിന് മക്കളില്ലായിരുന്നു. അപ്പോഴാണ് ദൈവം അബ്രഹത്തെ വിളിക്കുന്നതും വലിയൊരു സന്തതി പരമ്പരയെ വാഗ്ദാനം ചെയ്യുന്നതും. പക്ഷേ അത് കഴിഞ്ഞ് 25 വർഷം കാത്തിരുന്നിട്ടാണ് അബ്രഹത്തിന് ഇസഹാക്ക് എന്ന പുത്രൻ ജനിക്കുന്നത്. പക്ഷേ ഈ 25 വർഷത്തെ കാത്തിരിപ്പിന്റെ ഘട്ടത്തിൽ അബ്രഹാം വിശ്വസ്തനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും അന്ന് വരെ ലഭിക്കാതിരുന്ന അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തെ മറന്ന് ജീവിച്ചില്ല. ചിലപ്പോൾ നമ്മളും ഈ കാത്തിരിപ്പിന്റെ ഘട്ടത്തിലായിരിക്കാം. പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിക്കാത്തതിൻ്റെ വേദന പേറുന്നവരായിരിക്കാം. എങ്കിൽ മനസ്സുമടുക്കാതെ അബ്രഹത്തെ പോലെ, സക്രിയ എലിസബത്ത് ദമ്പതികളെ പോലെ ഈശോയുടെ സമയത്തിനായി വിശ്വസ്തയോടെ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. കൃത്യസമയത്ത് ഈശോ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.